നമ്മുടെ മമ്മദിന് ലോട്ടറി അടിച്ചു. ഏത് മമ്മദാടാ? നമ്മുടെ മീൻകാരൻ മമ്മദിന്. അപ്പൊ ഇനി അവന് മീനൊന്നും വെക്കാൻ പോകണ്ടല്ലോടോ. ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞുടനെ തന്നെ അവൻ വണ്ടിയും പെട്ടിയൊക്കെ വിൽക്കാൻ വേണ്ടി നടക്കുക. അപ്പൊ നമ്മളിനി മീൻ ആരോടാ മേടിക്കുന്നേ? എടി അവൻ മീൻ കച്ചവടമൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ വണ്ടിയൊക്കെ വിൽക്കാൻ പോവാന്ന്? പറയണ കേക്കൂ. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവൻ പെട്ടിയും വണ്ടിയും എല്ലാം വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. കൂട്ടത്തിൽ ലോട്ടറി കടയിൽ കൊണ്ടുപോയി ലോട്ടറി അടിച്ചു. എത്ര അടിച്ചെന്നറിയാവോ? 100 രൂപ. എനിക്കിപ്പോഴാ സമാധാനമായത്. കുശുമ്പി. സരിതേ, നിനക്ക് ഇതൊന്നും കണ്ടിട്ട് ചിരി വരുന്നില്ല? ഇതിലത്ര ചിരിക്കാൻ? ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയാനും ചിരിക്കാനും നമ്മളെന്താ പിള്ളേരാണോ? ഓ, പിള്ളേര് മാത്രമല്ലേ ഭക്ഷണം കഴിക്കുമ്പോ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. എന്റെ മോൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ വർത്താനം പറയണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അത് ചിരിയും കളി ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, നിന്റെ തിരുമോന്ത കണ്ടോണ്ടായിരിക്കും അവള് ചിരിക്കാത്തത്. എന്റെ മോനത്തെ കുഴപ്പം? നിന്റെ മോന്ത നീ വല്ലപ്പോഴൊക്കെ കണ്ണാടി പോയി നോക്കടി. ഒരു ഭൂതപ്രേതത്തിന് ലുക്ക് ഉണ്ട് നിനക്ക്. ഓ, എന്നെ പ്രേതാണെന്നല്ലേ? എന്താ സംശയം? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മോന്തൊക്കെ കുഴപ്പം. അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നോ? ഒരു ചായ. നിന്റെ മോൻ എന്താടി ഇപ്പോഴാണ് നേരം എടുത്തത്? അവനെ എന്റെ മോളെ പോലെ 1 മണി വരെ PSC ഇരുന്ന് പഠിച്ചു കാണും. എന്റെ മകൻ അങ്ങനെ 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച് ആരും അനുകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോൻ എക്സ്ട്രാ ഓർഡിനറിയാ. അവൻ പെട്ടെന്നെല്ലാം മനസ്സിലാക്കും അല്ലേട്ടാ? അവൻ ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് ഒന്നായിട്ടല്ല, അവൻ മടിയനാണ്. അതുകൊണ്ടാണ് അവൻ ലേറ്റ് ആയത്. മടിച്ച് നിന്റെ മോളാടി. എന്റെ മോളെ പറ്റി പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഞാൻ ഇനിയും പറയൂടി. എന്നാ പറഞ്ഞോക്ക്. മടിച്ച് നിന്റെ മോൾ തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞോക്ക്. നിന്റെ മോള് മടിച്ച് 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 കോഴി മടിച്ച. നിങ്ങളുടെ മക്കളെല്ലാവരും മടിയനും മടിച്ചും എല്ലാം മടയന്മാരുമാണ്. എന്റെ സരിത ഒന്നും മിണ്ടാണ്ടിരിക്കടി. അമ്മയുടെ മരുമോളോട് ആദ്യം അടുക്കാൻ പറ. ഞാൻ മിണ്ടാൻ നിൽക്കൂല. എന്തേ ഇത് എന്തൊരു കഷ്ടം! ഉറങ്ങാനും കണ്ടില്ല, രാശയിലും കിടന്ന് ഉറങ്ങില്ല, കിടന്ന് ഇങ്ങനെ പിന്നോ നോക്കും. നീ എന്തിനാ ഇപ്പൊ എന്റെ മോനെ അടിച്ചേ? ഞാൻ അടിച്ചൊന്നുമില്ല, ഞാൻ നീ നല്ല പോലെ അടിച്ചു. ഞാൻ കണ്ടു. നിനക്ക് അടിക്കാനൊന്നും അനുവാദം തന്നിട്ടില്ല ഇവിടെ ആരും. അവിടെ കുഴി വന്നു അടിച്ച കാലത്ത്. എടി, എന്റെ മകൻ ചിലപ്പോ ഉച്ചക്കും എണീക്കും, വൈകുന്നേരം എണീക്കും, ചിലപ്പോ എണീക്കുകയും ചെയ്യില്ല. അതിന് നിനക്കെന്നാ പ്രശ്നം? എനിക്കെന്നാ പ്രശ്നം? അധികം ഡയലോഗ് കണ്ട് വെട്ടി വിഴുങ്ങ്. വെറുതെ എനിക്ക് വേണ്ട. എന്റെ വീട്ടിലെ ഫുഡ് ഞാനല്ലേ വെച്ചുണ്ടാക്കുന്നേ. അമ്മേനെ കാശ് കൊടുത്തേക്ക്. എന്റെ ചക്കിന് നല്ലോണം നൊന്തു അടിച്ചിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്താ അടി? പിന്നെ നിങ്ങൾക്ക് അവിടെ കുഴി വരാൻ ഗർത്തം കാണണല്ലേ? എന്നെ ഒന്ന് തിന്നാൻ ആസ്വദിക്കൂ. ഈ മുസ്റ്റടിക്കുന്ന കണ്ടുപിടിച്ചവനെ ഉണ്ടല്ലോ, എന്റെ കൈ കിട്ട് ഗീർക്കളി ഓടിക്കണ പോലെ ഓടിക്കണം. ചേച്ചി അടിക്കാണ്? അല്ലടി, പഠിക്കാണ്. ഓ, പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആദ്യം നീയേ ചൂല് പിടിക്കാൻ പഠിക്കും, എന്നിട്ട് നീ പഠിപ്പിക്കാൻ വാ. ഓ, നമ്മളൊരു ഉപകാരമുള്ളൊരു കാര്യം പറയാൻ വന്നേയിരുന്നു. ഇനിയിപ്പോ നമ്മളെ കളിയാക്കിയ സ്ഥിതിക്ക് പറയണ്ടല്ലോ. എനിക്ക് ഉപകാരമുള്ള കാര്യമോ? പിന്നെ എനിക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയാൻ വരുമോ? എന്താടി എന്റെ വിസ വന്നാ? അതും ഒരു കാലത്ത് വരത്തില്ല ചേച്ചി, അത് നോക്കി നിൽക്കണ്ട. പിന്നെന്ത് കാര്യം? ചേച്ചി, ഈ താമരയും സൂര്യൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലില്ലേ, അവരിത് വെക്കാനിക്കുക. നല്ല ഹിറ്റ് ചാനലല്ലേ? ആ ചാനൽ കിട്ടിക്കഴിഞ്ഞ ചേച്ചി പിന്നെ ആരാ? മില്യൺ വ്യൂസ് ഉള്ള ഒരു യൂട്യൂബർ. നാഷണൽ ലെവലിൽ ഹിറ്റ് ആവൂലേ? നാഷണലോ ഇന്റർനാഷണൽ ലെവൽ വരെ ഹിറ്റ് ആവും. കൊള്ളാലോ. ഞാൻ പോയി ഡീറ്റെയിൽസ് വെച്ചിട്ടേ. അല്ല, ഇതെന്തിനാണ്? അടിക്കാൻ. ഞാനോ? മര്യാദക്ക് വൃത്തിയായിട്ട് അടിക്കും കേട്ടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? നീ എന്താണ് ചെറുക്ക ഉറങ്ങാത്തത്? ഉറക്കം വരാത്തോണ്ട്. ഇടാ അതല്ലേടാ ചോദിച്ചേ, എന്താ ഉറക്കം വരാത്തതെന്ന്. അച്ഛാ, അത് കണ്ണങ്ങ് അടയ്ക്കുമ്പോഴേ അങ്ങ് പേടിക്കുവാണ്, ഇങ്ങ് ഞെട്ടി എണീക്കും അപ്പൊ തന്നെ. നീ എന്റെ മോനെന്താ അങ്ങനെ ഞെട്ടി നിൽക്കുന്നേ? പേടിയാമ്മ, എനിക്ക് അറിയില്ല എന്താന്ന്. നീ ഒരു പേടിത്തൂരയാണോ? ഓടി. എന്റെ മകൻ അങ്ങനെ പേടിത്തൂരിയൊന്നുമല്ല. പേടിത്തൂരല്ലാഞ്ഞിട്ടാണോ രാത്രി ഉറക്കം പോയി കുത്തിയിരിക്കുന്നത്? മക്കളെ,
നീ കിടക്കാൻ നേരം നാമം ചോദിച്ചിട്ട് കിടക്കാൻ മേലായിരുന്നു. ഞാൻ ഈ ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലിയിട്ട് അച്ഛമ്മ ഈ കിടന്ന് ഉറങ്ങുന്നതെന്നും. എടാ ഇതൊരു പാരമ്പര്യ രോഗാടാ. പാരമ്പര്യ രോഗം? നിന്റെ അച്ഛനും രാത്രി ഇതേപോലെ നിന്റെ പ്രായത്തിൽ പേടിച്ചുറക്കം പോയി കുത്തിയിരുന്നിട്ടുണ്ട്. ഞാനങ്ങനെ പേടിച്ച് കുത്തിയിരുന്നിട്ടൊന്നുമില്ല. കേട്ടോ അമ്മ? അമ്മയ്ക്ക് ഓർമ്മയില്ലേ ചേട്ടൻ ഉറക്കം പോയി രാത്രി കുത്തിയിരുന്നിട്ട് അച്ഛൻ ആനവാൽ മോതിരം വാങ്ങിച്ച് കെട്ടിക്കൊടുത്തത്? അത് ശരിയാ, ആനവാൽ മോതിരേ ഇതിന് ബെസ്റ്റാ. എന്നാ സഞ്ജുവിനും അതുപോലെ ഒരു ആനവാൽ മോതിരം മേടിച്ചു. അച്ഛാ പുലിപ്പല്ല് കിട്ടോ? പുലിപ്പല്ലേ? അതെന്തിനാ? ഞാൻ റീൽസിൽ കണ്ട് ഈ പുലിപ്പല്ലിട്ടാലേ ഇങ്ങനത്തെ പേടിയൊക്കെ മാറുന്നു. മുളയൊക്കെ അവിടുന്ന് പുലിപ്പല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവസാനം ഞാൻ പോയി അകത്ത് കിടക്കേണ്ടി വരും. വാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കലക്കി തരാം. ആ ഹോർലിക്സ് വാ. വാടാ. ചേട്ടാ അച്ഛക്കനെ പറ്റിക്കല്ലേ. ഒറിജിനൽ ആനവാൽ മോതിരം തന്നെ വാങ്ങിച്ചു കൊടുക്കണം കേട്ടാ. നിനക്ക് എന്തിന്റെ കേടാടി? അതെ അമ്മയ്ക്ക് ചേട്ടന്റെ സ്വഭാവം അറിയാത്തോണ്ടാ വെള്ള കടയിൽ നിന്ന് കറുത്ത നൂല് വാങ്ങിച്ച് കെട്ടി ആ ചെക്കനെ പറ്റിക്കും. എല്ലാവർക്കും നിന്റെ സ്വഭാവമാണെന്ന് വിചാരം. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? നല്ല തങ്കപ്പെട്ട സ്വഭാവല്ലേ എന്റെ? ഓ, തങ്കപ്പെട്ട സ്വഭാവം. എഴുന്നേറ്റ് കൂടി അവിടുന്ന്. ഓ മോനെ പറഞ്ഞപ്പോ പൊള്ളി. ഞാൻ പോവാണ്.